ഐഷു വ്ളോഗ്സിൻ്റെ പുതിയൊരു ട്രാവൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പൂവാറിലോട്ട് പോവുകയാണ്, നമ്മുടെ ഗോഗോ ലാൻഡ്. എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ നമ്മുടെ പൂവാറിലെ നമ്മുടെ പ്രോ ഡ്രൈവറായ ശാലുവാണ് ഇതാ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് കാർ ഓട്ടിക്കുന്നത്. അതിൻ്റേതായുള്ള ജാടയൊക്കെ അവർക്കുണ്ട്. ഇതാ ബാക്ക് ഇടുന്നുണ്ട്. ആദ്യം ഇങ്ങനെ നോക്കുന്നുണ്ട്. കാവ്യുണ്ട്, പിന്നെ ആരാണ് നാദി, പിന്നെ നമ്മുടെ കുട്ടീസ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്, അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. The destination is on the right. ഇത് ഇതിനകത്ത് തന്നെ. ഇത് പാർക്ക് ചെയ്തോ? ഇത് എവിടെ പ്രാർത്ഥിച്ച് പാർക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ശാലിയോട് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കാര്യമാക്കണ്ട, അവളുടെ പൊട്ടത്തരം. അവളെപ്പോഴും ഇങ്ങനെ തന്നെയാണ്, കാര്യമാക്കണ്ട. പിന്നെ ഞങ്ങളെ കണ്ടതും സെക്യൂരിറ്റി ഓടി വന്നിട്ടുണ്ട് കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് ഗോഗോ ലാൻഡിലോട്ട് ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആണ് കേട്ടോ. കാരണം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളും റേറ്റും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡാണ്. എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ ചെന്നിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ്, തിരിച്ച് വരുന്നവരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഇൻക്ലൂഡാണ്. അപ്പം ആദ്യമായിട്ടൊക്കെ പോകുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് ഒരു ബോട്ടിലോട്ട് കയറ്റിയിട്ടാണ് നമ്മൾ ആ റിസോർട്ടിലൂടെ നമ്മൾ പോകുന്നത്. അവിടെയാണ് കാര്യങ്ങളെല്ലാം. ഇവിടെ ജസ്റ്റ് കാർ പാർക്കിംഗ് ആണ്. ഇവിടെ ഒരു ബോട്ടിൽ കയറിയിട്ടാണ് നമ്മളെ അവരപ്പുറത്തോട്ടേക്ക് എത്തിക്കുന്നത്. കുറച്ചൊരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ. ആ ബോട്ടിൽ ഒരുപാട് സമയമൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. അപ്പുറം ഇപ്പുറം ഒരു കടത്ത് പോലെയാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി, ബോട്ടിൽ കയറി ഞങ്ങളവിടെ എത്തി. ഇനി അവിടെ നിന്ന് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല രസമാണ്. ഇങ്ങനെ കുറേ നടന്ന് ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. നമ്മൾ 4 അഡൽട്ട്സും 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് 9 വയസ്സായതുകൊണ്ട് അവളെ കിഡിൻ്റെ സെക്ഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്തില്ല. ശാലുവിൻ്റെ നാദിയുടെ കാവ്യയുടെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് 5 വയസ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ടോട്ടലി ഫ്രീ ആണ്. ഇഷ്യൂവിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഹാഫ് പേയ്മെൻ്റ് ആണ്, ഫുൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഹാഫ് പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് പേയ്മെൻറ്റ് എല്ലാം ചെയ്യേണ്ടത്. അഡൽട്ട്സിന് 997 രൂപയും കിഡ്സിന് 796 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. കിഡ്സ് എന്ന് പറയുമ്പോൾ 5 വയസ്സുള്ള കുട്ടികൾക്ക് ടോട്ടലി ഫ്രീ ആണ്. ഇതിനകത്ത് നമുക്ക് ഫുഡും എല്ലാം ഇൻക്ലൂഡാണ്. അപ്പോൾ നമ്മളിതെല്ലാം പേയ്മെൻറ്റ് എല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരും. നമ്മളതെല്ലാം കുടിച്ചിട്ട് നമ്മൾ മുകളിലോട്ട് നമ്മൾ ഒരു ലോക്കർ നമുക്ക് വേണം. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ ലോക്കറൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റിസപ്ഷനിലോട്ട് വന്നിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങൾ ഏതെങ്കിലും ഒരാളുടെ ഒരു ID പ്രൂഫ് കാണിക്കും. അതെല്ലാം കാണിച്ചിട്ട് ഞങ്ങൾ ലോക്കർ 200 രൂപയാണ് ചാർജ് വരുന്നത്. അതെല്ലാം എടുത്ത് റെഡിയാക്കി. അപ്പോൾ ആദ്യം വന്നത് ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതെന്നു. അപ്പോൾ ഞാൻ വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ അവൾ പ്ലിങ്ങി മാറി അങ്ങ് പോയി. പാവൻ്റെ നാദി. അങ്ങനെ ഞങ്ങൾ ലോക്കറിൻ്റെ ചാവിയെല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ലോക്കർ സെക്ഷനിലോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ഇവനെവിടെ പോയി? അടുത്തൊരു സൈക്കിളാണ്. ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം മാൻപവറാണ്, മെഷീനായിട്ടുള്ളതൊന്നുമില്ല, എല്ലാം മാൻപവർ തന്നെയാണ്. അപ്പോൾ ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ഇരിക്കുമ്പോൾ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി തരുന്നത് നമ്മൾ കറക്കി മറ്റേ 360 കറക്കി ഇതാക്കുന്നതാണ് സംഭവം. ഫസ്റ്റ് ശാലുവിനെ എയറിലൊക്കെ നിർത്തിയതിന് ശേഷം ശാലു പിന്നെ തിരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി. ശാലു അതിനകത്തിരുന്നിട്ട് ഞങ്ങൾ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നുണ്ട്. അത് ഞാൻ മ്യൂട്ടാക്കിയിട്ടാണ് കേൾക്കുന്നത്. എൻ്റെ സമയദോഷമോ അല്ലെങ്കിൽ അവരുടെ കഷ്ടകാലമോ എന്ന് എനിക്കറിയത്തില്ല. ആ സൈക്കിളിൻ്റെ സീറ്റ് ഒടിഞ്ഞു പോയി. അതിന് മാത്രം
പന്നി സൈക്കിൾ പൊട്ടിച്ചതിന് ശേഷം അവർ പിന്നെ വേറെ ഒന്നും എന്നെ കയറ്റിയിട്ടില്ല. വേറെ ഒരു റൈഡില്ല, വേറെ എല്ലാത്തിലല്ല. അതെൻ്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല കേട്ടോ. അത് തുരുപ്പിച്ചിരുന്ന സാധനം കുറേ വർഷങ്ങളായില്ലേ ഒരു മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ടായിട്ടില്ലാവില്ല. അതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾ കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഫിഷ് സ്പാ കണ്ടു. അവിടെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ നമ്മൾ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് കുറേ നേരം അതിനകത്തിരുന്നു. അപ്പോൾ എൻ്റെ കാലെത്തുന്നില്ല. മീനിന് എൻ്റെ കാലിൽ കൊത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് മീനിനെ കഷ്ടപ്പെടുത്തേണ്ട വെച്ചിട്ട് എൻ്റെ കാല് കുറച്ച് താഴ്ത്തി ഇട്ട് കൊടുത്തു. അപ്പം മീനൊക്കെ വന്നിട്ട് കാലിൽ കൊത്തുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നല്ല രസമുണ്ടായിരുന്നു. കാരണം കൊള്ളാം, ഭയങ്കര സൂപ്പറൊന്നുമല്ല, പക്ഷെ കുഴപ്പമില്ല. വലിയ ഒരുപാട് ഫിഷൊന്നും ഇല്ലായിരുന്നു അതിനകത്ത്, പക്ഷെ കുഴപ്പമില്ല, കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അടുത്ത റൈഡിലോട്ട് കയറാനായിട്ട് പോയി. അടുത്തത് നമ്മൾ സിപ്പ് ലൈനിലോട്ടാണ് പോയത്. അവിടെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അതിനകത്ത് കയറാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ അല്ലു മാത്രം അതിനകത്ത് കയറിയില്ല. പിന്നെ ഷാലുവിൻ്റെ മോൻ ദേവൻ കുറച്ച് പേടിയായിരുന്നു. അവനെ ഷാലു വലിച്ചഴിച്ച് കൊണ്ടുവന്നു അതിനകത്തോട്ട് കയറ്റി അവൻ്റെ പേടിയൊക്കെ മാറ്റി. അങ്ങനെ നമ്മളെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാനൊക്കെ അത് ആദ്യമായിട്ടാണ്, ഞാനൊക്കെ സിപ്പ് ലൈനിലൊക്കെ ആദ്യമായിട്ടാണ് കയറുന്നത്. പക്ഷേ ചെറിയ ദൂരമേ ഉള്ളൂ കേട്ടോ, കാരണം ഒരുപാടില്ല. കാരണം കുട്ടികളൊക്കെ കയറുന്നത് കൊണ്ടിട്ട് ചെറിയൊരു ലെങ്ത് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. കാവി ബെൽറ്റ് ഇട്ടിട്ട് ഒരു സംഭവത്തിൽ കയറാനായിട്ടാണ് പോകുന്നത്. എനിക്കൊരു പേര് അറിയത്തില്ല, അറിയാവുന്നവരോടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിലിങ്ങനെ കയറി അവരൊരു ക്ലിപ്പൊക്കെ തരും. ആ ഒരു കൊളുത്ത് നമ്മളിങ്ങനെ കയറിൽ നമ്മളതിനെ സ്വന്തമായിട്ട് ഹാങ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പിടിച്ച് രണ്ട് കയറിൽ പിടിച്ച് പലകയിലും കയറിൽ പല ഐറ്റംസ് കാണാം. അതിൽ നമ്മൾ ചവിട്ടി ഇങ്ങനെ പോകണം. എന്നിട്ട് ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. നമ്മളവിടെ കയറി നിന്നിട്ട് പിന്നെ അടുത്ത ഓരോ സ്പോട്ടുകൾ കാണും. അതിങ്ങനെ കയറി പോകണം. അതിന് ഷാലും കാവ്യ മാത്രമേ കയറിയിട്ടുള്ളൂ. ഞാനും ആദ്യം കയറില്ല, ഞങ്ങൾക്ക് പേടിയായിരുന്നു. എന്നെ കയറാൻ പറ്റത്തില്ല, എനിക്ക് ഹൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കയറാൻ പറ്റത്തില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും നന്നായിട്ട് അത് എൻജോയ് ചെയ്തു. ഒത്തിരി നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്തു. ഒരു കാട്ടിൻ്റെ ഒരു വീട് നമ്മളൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേരും നമ്മളൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നെക്സ്റ്റ് വാട്ടർ റൈഡാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വാട്ടർ റൈഡിലോട്ട് കയറിയത്. കാരണം ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, വിശപ്പ് കാരണം നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് പിള്ളേർക്ക് വിശക്കുന്നത് പറഞ്ഞ് ഞങ്ങൾ സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡെല്ലാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡാണ് കേട്ടോ. ബിരിയാണി ആയിരുന്നു, ഇതിൻ്റെ ഐസ്ക്രീം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ വാട്ടർ റൈഡിലോട്ടൊക്കെ വന്നത്. കുറേ നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അത് അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മുടെ ദേവന് അതിൽ ഇറങ്ങാനായിട്ട് പറ്റിയില്ല. ദേവൻ്റെ കാല് 2 ദിവസം മുന്നേ ഒന്ന് സൈലൻസറിൽ കയറിയിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻഫെക്ഷനായി. അപ്പോൾ അതുകൊണ്ട് അവന് ഡോക്ടർ പ്രത്യേകിച്ച് അത് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെള്ളം നനയ്ക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ശാലുവും ഇറങ്ങിയില്ല. പിന്നെ നമ്മുടെ കാവ്യ ഓൾറെഡി അവൾ കുളിക്കാറില്ലായിരിക്കും, അവൾ വെള്ളത്തിലേ ഇറങ്ങിയില്ല. ബാക്കി നമ്മളെല്ലാവരും വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞ് തകർത്തു. പിന്നെ നമ്മളൊരു 4 മണി വരെയൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നല്ല ടയേർഡായി. കാരണം കുറേ നേരം അതിൽ കിടന്ന് കളിച്ചിട്ട് നമ്മൾ ടയേർഡായി. പക്ഷേ കുട്ടികൾ ടയേർഡായില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ശലാഖയുടെ കളറി മുറകളാണ് നിങ്ങൾ കാണുന്നത്. അവളുടെ വിചാരം അവൾ എന്തോ വലിയ സംഭവമാണ്. പക്ഷേ 2 ദിവസങ്ങൾ കളറിക്ക് പോയിട്ടുള്ളൂ. അവളുടെ ഷോ കണ്ടു കഴിഞ്ഞാൽ അവൾ എന്തോ വലിയ കളറി ആശ എന്നെ കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ കളറി മുറകളൊക്കെ ആൾക്കാർ കാണട്ടെ, നീ എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് അവൾ ഇടിപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ശരി നീ കാണിക്കുക, ഞാൻ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാൻ എടുത്തതാണ്. പിന്നെ പോട്ടെ, നമ്മുടെ കൂട്ടുകാരിയല്ലേ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. അങ്ങനെ അവളെ ഒരുപാട് കളറിയൊക്കെ അവൾ കാണിച്ചു. 2 സ്റ്റെപ്പ് കണ്ടാണ് കാണിച്ചിട്ട് അവൾ നന്നായിട്ട് ടയേർഡായപ്പോൾ ഞാൻ പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. പിന്നട്ടെ പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഡാൻസൊക്കെ ഇട്ടൊക്കെ വരുത്തി. എൻ്റെ ശാല് കൊന്നില്ലതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സെല്ലാം ചെയ്യിച്ചിട്ട് ഞങ്ങൾ ഗോകുൽ എന്നോട് വിട പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ കാവ്യക്കൊരു മരണം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾക്ക് അങ്ങോട്ട് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വേറെ അങ്ങോട്ട് പോകുന്നില്ല. കാവ്യ കഴക്കൂട്ടത്ത് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. അവിടെ അച്ഛൻ വന്ന് പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവളെ കഴക്കൂട്ടത്ത് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ സംസമിലോട്ട് വിട്ടു. എന്തെങ്കിലും കഴിക്കണമല്ലോ, പിള്ളേർക്കും എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ സംസമിലോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അടുത്ത ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ സംസമിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളവിടെ അല്ലൂസിത ഫ്രണ്ടിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ചെന്ന പാടെ ഐഷും അപ്പൂസും കൂടെ ഗെയിംസൊക്കെ കളിച്ചു തുടങ്ങി. ഇതോ നമ്മുടെ നാദി അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ അല്ലൂസ് അവിടെ ഇരിപ്പുണ്ട്, ശാലും ദേവനത ഇപ്പുറത്തിരിപ്പുണ്ട്, പിന്നെ ഞാനാണല്ലോ വീഡിയോഗ്രാഫർ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. ഞങ്ങൾ പൊറോട്ടയും അൽഫഹാമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് കാശ് മുടക്കി പോകുന്നതിലല്ല കാര്യം. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു ചെറിയൊരു ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ പോലും അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നത് അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അവിടെ നമ്മൾ തമാശകൾ പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു. നമുക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ലാതെ നമ്മളവിടെ എന്ത് വേണം നമുക്ക് പറയാം, നമുക്ക് ചെയ്യാം. നമുക്ക് അവിടെ ആരും നമ്മളെ കൺട്രോൾ ചെയ്യാനില്ല. നമുക്ക് അവരോട് എന്ത് വേണം നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം. നമുക്ക് നമ്മുടെ പഴയ കോളേജ് ലൈഫിലോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലത്തെ അതേ ഒരു അനുഭവം തന്നെയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. നമ്മുടെ ടെൻഷനും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം മറന്ന് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇന്ന്. പറ്റുവാണെങ്കിൽ നിങ്ങളും എല്ലാവരും ട്രിപ്പ് പോകാൻ നോക്കുക മാക്സിമം. കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ്. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ് തന്നെയാണ്. കാരണം അത് നമ്മളുടെ ആ ഒരു വൈബിനൊത്ത ഫ്രണ്ട്സ് ആയിരിക്കണം. എങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു രസമായിരിക്കും. നമ്മുടെ ചളികളും നമ്മുടെ തമാശകളും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതൊരു രസം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീടുകളിലേക്കൊക്കെ പോവുകയാണ്. ഞാനിന്ന് എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നാദിയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഐശ്വര്യ ബഹളമായിരുന്നു നാദിയുടെ വീട്ടിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു. ശാലുവിൻ്റെ വീട്ടിൽ. കാവ്യ തിരിച്ചു പോയി. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഇവിടുത്തെ ട്രാവൽ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.